മൂന്നര ദശാബ്ദങ്ങൾക്ക് മുമ്പ്, അതായത് 1990-ലെ വാലന്റൈൻസ് ദിനത്തിൽ ഭൗമാന്തരീക്ഷത്തിന്റെ അതിരുകൾ ഭേദിച്ച് സൗരയൂഥത്തിന്റെ വ്യാപ്തി അളക്കാനുള്ള യാത്രയ്ക്ക് വേണ്ടി കുതിച്ചു പാഞ്ഞുപോയിക്കൊണ്ടിരിക്കെ വോയേജർ 1 എന്ന ബഹിരാകാശ പേടകം അവസാനമായി അതിന്റെ ജന്മഗ്രഹത്തെ, നമ്മുടെ ഭൂമിയെ ഒരു വട്ടം ഒന്ന് തിരിഞ്ഞു നോക്കി. ഭൂമിയിൽ നിന്ന് 400 കോടി മൈൽ അകലെയായിരുന്നു ആ പേടകം. അപ്പോൾ ആ തിരിഞ്ഞുനോട്ടത്തിനിടയ്ക്ക് വോയേജറിന്റെ ക്യാമറ കണ്ണുകൾ ഒന്ന് ചിമ്മി. സൂര്യനോട് താരതമ്യേന അടുത്തു നിൽക്കുന്ന നിലയിലെടുത്ത ആ ചിത്രത്തിൽ ചിതറിത്തെറിച്ച് പാഞ്ഞു പോകുന്ന സൂര്യരശ്മികളിൽ ഒന്നിന്റെ മധ്യത്തിൽ ഇതാ ഇങ്ങനെ ചെറിയൊരു ഇളനീല പൊട്ടുപോലെ കാണുന്നതാണ് നമ്മുടെ ഭൂമി. ഒരു പിക്സലിന്റെ ഏതാണ്ട് 10ൽ ഒരു അംശം മാത്രം വലിപ്പം. ദ പെയിൽ ബ്ലൂ ഡോട്ട് അഥവാ ഒരു ഇളനീല പൊട്ട് എന്ന പേരിൽ വിഖ്യാതമായ ചിത്രത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആ കുഞ്ഞു പൊട്ടിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ആ കാണുന്നതാണ് നമ്മുടെ ഭൂമി. അവിടെയാണ് നമ്മളൊക്കെ സ്നേഹിക്കുന്നത്, നമുക്കൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതുവരെ കേട്ടിട്ടുള്ള, ഈ ലോകത്തിന്റെ പല കോണുകളിലായി ഏതെങ്കിലുമൊക്കെ കാലത്ത് ഉയിരോടെ ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെയും ജീവിച്ചു മരിച്ചു പോയിട്ടുള്ളത് അതിനുള്ളിലാണ്. നമ്മൾ ഉള്ളിലേക്കിയ പരസ്പരം നോവുകളും ആനന്ദങ്ങളും, കുറ്റം കൊണ്ട് നടന്ന പലജാതി മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സാമ്പത്തിക സിദ്ധാന്തങ്ങളും, അനേകായിരം വേട്ടക്കാരും പര്യവേക്ഷകരും, ധീരയോദ്ധാക്കളും ഭീരുക്കളും, സംസ്കാരങ്ങൾ സൃഷ്ടിച്ചവരും മണ്ണോട് ചേർത്തവരും, ചക്രവർത്തിമാരും കൃഷിവലരും, പ്രേമിച്ചു മരിച്ച ലക്ഷോപലക്ഷം കാമുകന്മാരും, എല്ലാ അച്ഛനമ്മമാരും, കണ്ണിൽ പ്രതീക്ഷകൾ എന്തി പിച്ചവെച്ച അവരുടെ കുഞ്ഞുങ്ങൾ, ശാസ്ത്രജ്ഞരും യാത്രികരും, സദാചാരത്തിന്റെ പതാകവാഹകർ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണാധികാരികൾ, സൂപ്പർ താരങ്ങളും സുപ്രീം ലീഡർമാരും, മാനവരാശിയുടെ ചരിത്രത്തിൽ ഇന്നോളം അവതരിച്ചിട്ടുള്ള പുണ്യാളരും പാപികളും എല്ലാം ജീവിച്ചു മരിച്ചു പോയിട്ടുള്ളത് ആ ഒരൊറ്റ പൊട്ടിന്മേലാണ്. സൂര്യരശ്മിക്ക് മേൽ പൊടി പോലെ തൂങ്ങിക്കിടക്കുന്ന ആ ഇളം നീല പൊട്ടിൽ.